ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം ദൈവമേ കർത്താവെ വേണ്ട പ്രകാരം കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയൻ്റെ ആദരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ഞങ്ങളുടെ തിരുവചനം അവിടുത്തെ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങടിയനെ സഹായിക്കണമേ. അവിടുത്തെ പുണ്യനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 34 വേഴ്സ് 8. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. ദൈവം നല്ലവനായതുകൊണ്ടാണ് ആ ദൈവത്തെ ആരാധിക്കുന്നതും ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളും യാചനകളും അവിടുത്തെ തിരുസന്നിധിയിൽ ഞാനും നിങ്ങളും സമർപ്പിക്കുന്നതിൻ്റെ കാരണം ദൈവം നല്ലവനായതുകൊണ്ടാണ്. എന്നാൽ ജീവിതത്തിൽ കടന്നു വരുന്ന ചില കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളും ദൈവം നല്ലവനല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വരും. ഇത് പിശാച് നമ്മളിൽ ഒരുക്കുന്ന വലിയൊരു തന്ത്രമാണ്. ദൈവത്തെ വിശ്വസിക്കുവാൻ കൊള്ളുകയില്ല, അവൻ നല്ലവനായ ദൈവമല്ല എന്ന് നമ്മുടെ ചിന്തകളിൽ അവൻ കടന്നു വരും. എപ്പോഴും പിശാച് ഒരു ഭീകര ജീവിയായിട്ടല്ല നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിലാണ് ഈ പോരാട്ടമുള്ളത്. അവൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നീ ദൈവം നല്ലവനെന്ന് പറയുന്നു, ആ നല്ലവനായ ദൈവത്തെ നീ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പിശാച് നമ്മളോട് പറയുന്നു അവൻ നല്ലവനല്ല, അവനെ നിനക്ക് വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് പിശാച് നമ്മളോട് പലപ്പോഴും പറയും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതൊരു പരിധിവരെ അവൻ വിജയിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നല്ലവനായ ദൈവത്തെ ആരാധിക്കുകയും ആ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ചില സംഭവങ്ങളിലൊക്കെയും ദൈവമുണ്ടോ എന്നുള്ള ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയും സംഭവിക്കുന്നത്? ദൈവമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെയും സംഭവിക്കുമായിരുന്നോ എന്നുള്ള സംശയം നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ അവൻ ഉരുവിടും. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ആദിമപിതാക്കന്മാരെയും പിശാച് വീഴിച്ചു കളഞ്ഞത് സംശയങ്ങളിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന
പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തൊടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇവിടെ ഏദൻ തോട്ടത്തില് ആദിപിതാക്കളായ ആദാമിനും ഹവ്വായുടെയും അടുക്കല് പിശാച് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് അവരോട് ചോദിക്കുകയാണ്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തൊടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിന് ഹവ്വ മറുപടി പറയുന്നത്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ സ്ത്രീ പാമ്പിനോട് പറയുമ്പോൾ അവിടെ പാമ്പ് സ്ത്രീയോട് പറയുകയാണ്, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല. ദൈവം മരിക്കുമെന്ന് പറയുന്നു, പക്ഷെ പിശാച് അവരോട് പറയുന്നു, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ നിങ്ങളാവുകയും ചെയ്യും. ഇവിടെ ദൈവം കൽപ്പിച്ചതിന് വിപരീതമായിട്ടാണ് പിശാച് പറയുന്നത്. ദൈവം പറയുന്നു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് ദൈവം പറയുന്നു. പക്ഷെ പിശാച് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് അവരോട് പറയുന്നു, നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല. രണ്ട് തർക്കങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. ഒരാൾ പറയുന്നു മരിക്കുമെന്ന് സർവശക്തനായ ദൈവം പറയുന്നു, പക്ഷെ പിശാച് ആധികാരികമായി പറയുന്നു, നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല. പിന്നെയോ അവൻ മരിക്കുകയില്ല എന്ന് പറയുന്നതിന് ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ കുത്തിവെക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളോടത് ഭക്ഷിക്കരുത് എന്ന് പറയാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കുവാൻ തക്കവണ്ണമാണ് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് അവനൊരു സംശയം അവരുടെ ഹൃദയത്തിൽ കുത്തിവെക്കുകയാണ്. എന്താണ് അവൻ്റെ ലക്ഷ്യം? ദൈവം നല്ലവനല്ല എന്ന് തെളിയിക്കുക. ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യനിൽ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. അത് പഴയ നിയമകാലത്തല്ല, അന്നും ഇന്നും അവൻ്റെ വലിയ തന്ത്രമാണ് മനുഷ്യനിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും മനുഷ്യരെന്തു ചെയ്യും? ഞാൻ ദൈവത്തെ പോലെ ആകാതിരിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള അവൻ്റെ വാക്കിൽ ഹവ്വ വീഴുകയാണ്. സംശയം ഹൃദയത്തിൽ കടന്നു വന്നു. തന്നിമിത്തം അവർ ഫലം ഭക്ഷിക്കുകയും ദൈവത്തിൽ നിന്ന് അവർ അകന്ന ആത്മീയ മരണം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. ഇതന്നു മുതൽ ഇന്ന് വരെയും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ വലിയ പ്രവർത്തനങ്ങളാണ്. ദൈവത്തെ സംശയിക്കുക, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക. അവൻ നല്ലവനായ ദൈവമല്ല, അവൻ നിന്നെ ചതിക്കുമെന്നുള്ള സംശയം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ പരിശ്രമിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരും. അതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരു ദൈവവൈതലിന് കഴിയണം. എങ്ങനെയാണ് കഴിയുന്നത്? ദൈവത്തെ സമ്പൂർണമായി വിശ്വസിക്കണം. അവൻ നല്ലവനാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് കഷ്ടതകൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് ദുഃഖങ്ങൾ വന്നാലും എൻ്റെ ദൈവം നല്ലവനാണ് എന്ന് വിശ്വസിക്കണം. അബ്രഹാമിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ
അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അവൻ്റെ ജീവിതത്തിലും ഈ പ്രകാരം സംശയിക്കത്തക്ക പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെ അബ്രഹാം സംശയിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തു, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നാമം ശ്രേഷ്ഠമാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ, അവിടെ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അതിനു മുമ്പും അബ്രഹാമിനെ സർവശക്തനായി ദൈവം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, അബ്രാമിനെയും ഹാരാന്റെ മകനും തന്റെ പൗത്രനുമായ ലോത്തിനെയും തന്റെ അമ്മായ അബ്രാമിന്റെ ഭാര്യയെയും തന്റെ മരുമക്കളായ സാറായിയെയും കൂട്ടിക്കൊണ്ട് കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയായി. അവർ ഹാരാനിലെത്തി അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 വർഷമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അപ്പോൾ 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ അവന് 70-ാമത്തെ വയസ്സിലും ദൈവം വിളിച്ചിരുന്നു. അവിടെ അപ്പനോട് കൂടിയാണ് അവൻ യാത്ര ചെയ്യുന്നതിന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവനെ മുമ്പും വിളിച്ചിരുന്നതായിട്ട്. അവൻ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾക്കുവേൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമ്യയിലായിരിക്കുമ്പോൾ തേജോമാനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ ഹാരാനിൽ വെച്ച് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പ് ഊരിന്റെ പ്രദേശത്ത് വെച്ച് സർവശക്തനായ ദൈവം അവന് 70-ാമത്തെ വയസ്സിൽ അവനെ വിളിച്ചിരുന്നുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ദൈവത്തിന്റെ വിളി കേട്ടുകൊണ്ട് അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനു മുമ്പ് ദൈവവുമായി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവവുമായി സംസാരിച്ച മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധം അവനില്ല. അവനൊരു പരിചയമില്ല ഈ ദൈവത്തെ. മറ്റുള്ളവരുമായി ദൈവം സംസാരിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും അതിനു മുമ്പ് അബ്രഹാം കേട്ടിട്ടില്ല. ഇവിടെ അബ്രഹാമിന് വേണമെങ്കിൽ സംശയിക്കാമായിരുന്നു. അവൻ യാത്ര ചെയ്ത 22-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ദൈവം അവനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഞാൻ നല്ലവനായ ദൈവമാണ് എന്ന് തൻ്റെ ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, നിന്റെ കഷ്ടതയിലും ദുഃഖങ്ങളിലൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവമാണ്, എൻ്റെ ജനം എന്നെ വിശ്വസിക്കണമെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ദൈവം ഒരു പരീക്ഷയിലേക്ക് കടത്തിവിടുകയാണ്. 22-ാം അധ്യായത്തിൽ എന്താണ് കാണുന്നത്? ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാമേ എന്ന് ദൈവം വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവനോട് നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോയി അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഹോമയാഗമായി അർപ്പിക്കുക. വർഷങ്ങളായി അവൻ കാത്തിരുന്ന് ദൈവം അവന് കൊടുത്ത അവൻ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ ഹോമയാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുകയാണ്. വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് അവനെ ഹോമയാഗമായി അർപ്പിക്കണം. ഒരു പിതാവിനെ സംബന്ധിച്ച് പ്രയാസകരമായ കാര്യമാണ്. ഒരു വശത്ത് ദൈവത്തിൻ്റെ കൽപ്പന, അവനെ വിളിച്ച് വേർതിരിച്ച്
ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് യാത്ര തിരിച്ച അബ്രഹാം, അവൻ്റെ കഷ്ടതകളിലൊക്കെയും അവനോട് കൂടെയിരുന്ന് അവനെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു, നിൻ്റെ ഏകജാതനായ മകനെ നീ എനിക്ക് ഹോമയാഗമായി അർപ്പിക്കണം. മറുവശത്ത് വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ഏകജാതനായ ഇസഹാക്ക്. ഒരു വലിയ യുദ്ധം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ നടക്കുകയാണ്. ദൈവം ഇങ്ങനെ ഹോമയാഗം അർപ്പിക്കുവാൻ കഴിയുമോ? ഇങ്ങനെ പറയുന്ന ഒരു ദൈവമാണോ എൻ്റെ ദൈവം? ഞാനും നിങ്ങളൊക്കെയും അങ്ങനെയാണ് സംശയിക്കുന്നത്. ജീവിതത്തിൽ പല കഷ്ടതകളും കടന്നു വരുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ പല വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ദൈവമാണോ ഇതൊക്കെയും ചെയ്യുന്നത് എന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. ബലഹീനായ എൻ്റെ ജീവിതത്തിലും ഈ പ്രകാരമുള്ള സംശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ എൻ്റെ 21 വയസ്സുള്ള എൻ്റെ മകൻ ഒരപകടത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹൃദയത്തിൽ 1000 ചിന്തകളും സംശയങ്ങളും ആഞ്ഞടിച്ചു. എന്തുകൊണ്ട് ദൈവം ഇതൊക്കെയും ചെയ്യുന്നു? പക്ഷെ അവിടെ പതറിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകി. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടതകളും എൻ്റെ ദൈവം അതിനനുവാദം കൊടുത്തിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ പിശാചായിരിക്കാം ജീവിതത്തിൽ കഷ്ടതകൾ കൊണ്ടുവരുന്നത്. ഒരിക്കലും ദുഃഖങ്ങളും തിന്മകളും ദൈവമല്ല കൊണ്ടുവരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിശാചിൻ്റെ പരീക്ഷയായിരിക്കാം. പക്ഷേ സർവശക്തനായ ദൈവം അതിന് അനുവാദം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. യോബിൻ്റെ ജീവിതത്തിലെ സംഭവം ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിക്കുവാൻ കഴിയും. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അവൻ്റെ അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. അപ്പോൾ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, വേർപാടുകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, നനച്ചിരിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ആഞ്ഞടിക്കുമ്പോൾ അവിടെ പതറിപ്പോകരുത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കുന്നു, നിന്റെ ഏകജാതനെ നീ യാഗമായി അർപ്പിക്കണം. അബ്രഹാമിന് സംശയമൊന്നുമില്ല. അബ്രഹാം എന്താണ് ചെയ്തത്? അവൻ അതിരാവിലെ ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അവൻ ദിവസങ്ങൾ കഴിഞ്ഞില്ല, പിന്നെയോ മണിക്കൂറുകൾ കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ കഴുതയ്ക്ക് കോപ്പിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മോറിയ മലയിലേക്ക് തൻ്റെ മകനുമായി അവൻ യാത്ര തിരിക്കുകയാണ്. കൂടെ 2 ദാസന്മാരെയും വിളിച്ച് തൻ്റെ ഭാര്യയായ സാറയോട് പോലും പറയാതെ ഏകജാതനായ ഇസ്ഹാക്കുമായി മോറിയ മലയിലേക്ക് അവൻ യാത്ര തിരിക്കുകയാണ്. 3 ദിവസം ദൂരമുണ്ട് അവിടെ നിന്ന് മോറിയ മലയിലേക്ക്. മോറിയ മലയുടെ താഴെ എത്തിക്കഴിയുമ്പോൾ കഴുതയും തൻ്റെ ഭൃത്യന്മാരോടും അബ്രഹാം പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ എൻ്റെ ദൈവത്തിന് യാഗമർപ്പിച്ചിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ് കഴുതയുടെ പുറത്തു നിന്ന് വിറകും ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട് അവൻ മോറിയ മലയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ആ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ദൈവം നല്ലവനാണ്. അബ്രഹാം അത് തിരിച്ചറിഞ്ഞു. എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. അവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. വാഗ്ദത്തം ലഭിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകജാതനെ അർപ്പിക്കുവാൻ തയ്യാറായി. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ചിരുന്നു.
ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ എൻ്റെ തന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്ന അരുളപ്പാട് ലഭിച്ചിരുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തൻ എന്ന് ദൈവം ശക്തനെന്ന് അവൻ മനസ്സിൽ കരുതുകയും അവരുടെ ഇടയിൽ എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ ഇസ്ഹാക്കുമായിട്ട് മോറിയ മലയിലേക്ക് അവൻ യാത്ര ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മോറിയ മലയിൽ പോയി തൻ്റെ മടിയിൽ നിന്ന് കത്തിയൂരി ഇസ്ഹാക്കിൻ്റെ കഴുത്ത് കണ്ടിച്ച് ശരീരം രണ്ടായി വേർപെടുത്തിയാലും ആ ശരീരത്തെ ഒന്നാക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന സങ്കീർത്തനക്കാരൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം, പരീക്ഷകൾ കടന്നു വരാം, ദുഃഖങ്ങൾ ഉണ്ടാകാം. തകർന്നു പോകരുത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ്റെ പദ്ധതി കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ്റെ പാദപീഠത്തെങ്കിൽ വിശ്വസിക്കണം. യഹോവ നല്ലവനാണ്. അത് ഉറക്കെ പ്രഖ്യാപിക്കണം. എന്ത് കഷ്ടം വന്നാലും ദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാലും ഉറക്കെ പ്രഖ്യാപിക്കണം, യഹോവ നല്ലവനെന്ന് പ്രഖ്യാപിക്കണം. അപ്പോൾ ശത്രുക്കൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഇവിടെ അവൻ യാത്ര തിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ വിശ്വാസമാണ് പൗലോസ് അപ്പോസ്തലനോട് പ്രതിപാദിക്കുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അവിടെ മോറിയ മലയിൽ ചെന്ന് തൻ്റെ മകനെ യാഗപീഠത്തിങ്കൽ കൈകൾ കെട്ടി ബലിയർപ്പിക്കുവാൻ അവൻ കരങ്ങൾ ഉയർത്തി, അരയിൽ നിന്ന് കത്തിയെടുത്ത് കരങ്ങൾ ഉയർത്തിയപ്പോൾ പിന്നെ അബ്രഹാം തന്റെ മകനെ അറക്കുന്നതിനായി കൈനീട്ടി കത്തിയെടുത്തു. അപ്പോൾ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ വിളി കേട്ടു. അവൻ അവനോട് ബാലന്റെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നിന്റെ മകനെ നിന്റെ ഏകജാതനെ എനിക്ക് തരുവാൻ നീ മടിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലുള്ള ഭയമാണോ എനിക്ക് നിങ്ങൾക്കുമുള്ളത്? അതെയോ പലപ്പോഴും എന്നിലും നിങ്ങളിലും സംശയമാണോ? ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് സംശയിക്കുന്നവരാണോ ഞാനും നിങ്ങളും? എങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഞാനും നിങ്ങൾ വീണു പോകരുത്. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആശ്രയിക്കണം. നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളതായിരിക്കാം സംഭവിക്കുന്നത്. പക്ഷേ ആ തിന്മയെ നന്മയാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. എന്തുകൊണ്ട് കഴിയും? ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നു? റോമർ 8:28 വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകല കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. സകല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളതായിരിക്കാം സംഭവിക്കുന്നത്. പ്രതിയോഗിയായ പിശാച് നമ്മുടെ ജീവിതത്തിൽ പല തന്ത്രങ്ങളും പല പരീക്ഷകളും കൊണ്ടുവരും. പക്ഷേ അവൻ കൊണ്ടുവരുന്ന തിന്മയൊക്കെയും നന്മയാക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ വചനം സത്യമാണ്. ആ വചനം ജീവനുള്ളതാണ്. ഇന്നും പ്രവർത്തിക്കുന്ന വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ സകലതും നന്മയ്ക്കായിട്ട് അവൻ തീർക്കുന്ന ദൈവമാണ്. ഇത് വിശ്വസിക്കണം. അബ്രഹാം ഇത് വിശ്വസിച്ചു. എൻ്റെ കുഞ്ഞിനെ കത്തി കൊണ്ടറുത്ത് രണ്ടായാലും
ആ ഉടലും ശരീരവും തമ്മിൽ ഒന്നാക്കുവാൻ തക്കവണ്ണം, മരണത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്നാക്കുവാൻ, ജീവൻ നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന്, ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. നമ്മുടെ ദൈവം നല്ലവനാണ്. ആ ദൈവത്തെ ഞാനും നിങ്ങൾ രുചിച്ചറിയണം. ആ ദൈവത്തെ ഞാനും നിങ്ങൾ സംശയിക്കരുത്. സംശയം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഞാനും നിങ്ങളും വീണു പോവുകയാണ്. അവിടെ ദൈവവചനം എടുത്ത ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. പരിശുദ്ധാത്മാവേ, എന്നോട് സംസാരിക്കണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ എന്നിലേക്കും നിങ്ങളിലേക്കും പകർന്നു വരും. ആ ജീവൻ ഞാനും നിങ്ങളും അനുഭവിക്കണം. ആ പ്രകാരം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്ത ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടെ നടിയങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ദൈവം ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ചു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ചപ്പോൾ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ നല്ലവനായ ദൈവമാവുന്നു കർത്താവേ. കഷ്ടങ്ങളും വേദനകളും രോഗങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ നല്ലവനായ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വചനം കേട്ട ഓരോ മക്കളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളിലും അവൻ്റെ സംശയങ്ങളിലും വീണു പോകാതെ യഹോവ നല്ലവനെന്ന് പ്രഖ്യാപിപ്പാൻ തക്കവണ്ണം, എൻ്റെ ദൈവം നല്ലവനായ ദൈവമെന്ന് ലോകത്തിനോട് പറയുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അടിയനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അങ്ങ് നല്ലവനായ ദൈവമെന്ന് ലോകത്തിനോട് പറയുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.